ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു തസ്ലി കിച്ചൻ. മട്ടൺ ലിവർ വെച്ചിട്ട് അടിപൊളി ഒരു നാടൻ മസാലയാണ് തയ്യാറാക്കുന്നത്. അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. വളരെ ഈസിയായി തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മസാലയാണ്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യമായി വേണ്ടത് 1/2 കിലോ ലിവറാണ് എടുത്തിട്ടുള്ളത്. മട്ടൺ ലിവറാണ്. ഒരു മീഡിയം സൈസ് ഓണിയൻ സ്ലൈസ് ചെയ്തത്, അതുപോലെ ഒരു ചെറിയ ടൊമാറ്റോ, ഒരു ചെറിയ പീസ് ജിഞ്ചർ, 3-4 അല്ലി ഗാർലിക്, ഒരു 2 ചില്ലി. കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വെച്ച ഓണിയൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള സോൾട്ട് ഇട്ട് കൊടുക്കാം. ഇതിനു വേണ്ടി ഒരു ചെറിയ മസാല ഒന്ന് അരച്ചെടുക്കണം. 1 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള പെപ്പറും, 2 ചില്ലിയും, ചെറിയ പീസ് ഗാർലിക്കും, ജിഞ്ചറും ഒന്ന് നന്നായി പേസ്റ്റാക്കി എടുക്കാം. ഉള്ളി ഒന്ന് വഴന്നു വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മിക്സിയിൽ കൂടി അരച്ചെടുത്ത് മിക്സും കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വെച്ച ലിവറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നര ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരല്പം വെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ലിവർ ഒന്ന് കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ കുക്കറൊന്ന് അടച്ച് വിസിലിട്ടിട്ട് നന്നായി കുക്ക് ചെയ്തതിന് ശേഷം ലിവറൊക്കെ നന്നായി കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റുള്ള അടിപൊളി ഒരു നാടൻ മസാലയാണ്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യണേ. ഓക്കെ, ഇനി ഒരു പുതിയ വീഡിയോസായി കാണുന്നവരെ ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.